ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമ്മൾ മലയാളികളൊക്കെ എൻജോയ് ചെയ്ത് കാലങ്ങളായിട്ട് പാടി നടക്കുന്ന കുറേ നല്ല ലൈറ്റ് സോങ്സ് ഉണ്ട്. അപ്പം അതിലേതെങ്കിലും ഒരു ലളിതഗാനം നമുക്ക് വേണ്ടി ഡ്യുവറ്റിൻ്റെ പ്രേക്ഷകർക്കായിട്ടൊന്ന് സാർ പാടിത്തരാമോ പ്ലീസ്? ഇത് എനിക്കൊന്ന് 70s ആകാശവാണിയിലൂടെ വന്നിട്ടുള്ള ഒരു അക്കാലത്തെ ഈ യുവജനോത്സവ വേദികളൊക്കെ വളരെ 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 വർഷക്കാലം നിറഞ്ഞു നിന്ന ഒരു പാട്ടാണ്. ദാസേട്ടൻ അക്കാലത്ത് ആകാശവാണിയിൽ ഈ ഒരു മൈക്കും ഒക്കെ ഉള്ളൊരു സമയമുണ്ട്. ഒറ്റ മൈക്കിലാണ് ഇൻസ്ട്രുമെന്റ്സ് ഒറ്റ മൈക്കെല്ലാം എല്ലാം പുറകെ ഇരിക്കും, ഗിറ്റാറായാലും ശരി വീണയായാലും ശരി. അപ്പം അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ 70s പാടിയ ഒരു പാട്ടാണ്. അതിപ്പോൾ കേട്ടാലും അതിൻ്റെ റെക്കോർഡിംഗ് ക്വാളിറ്റി, ഘനശ്യാമ സന്ധ്യാഹൃദയം, അതിൻ്റെ റെക്കോർഡിംഗ് ക്വാളിറ്റി ഇപ്പോഴും പറയാൻ ആ കാലത്തെ ആ ഒരു എന്താ പറഞ്ഞ ടെക്നിക്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ ഒരു അത്ഭുതം തോന്നും. എല്ലാം ഒരുമിച്ചാണ്. അതിനൊരു ഇടയ്ക്ക് വിരുത്തവും ഒക്കെ ആയിട്ട്, അതും രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അതാ പറഞ്ഞ ഈ ഫിലിം സോങ്ങിലേക്ക് മാറുമ്പോൾ എന്താണ് ലൈറ്റ് സോങ്, എന്താണ് ഫിലിം സോങ് എന്നുള്ളത് വലിയൊരു സംഭവമാണ്. നമുക്കത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വലിയ കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല, നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്ന പാട്ടുകളാണ്. മറ്റേതിനൊരു ഒരു ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മെക്കാനിക്കൽ സ്വഭാവങ്ങൾ കാണാം. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ഉണ്ടാകും. പിന്നെ ഈണങ്ങൾ ചിലപ്പോൾ നമുക്കൊരു മെക്കാനിക്കൽ അല്ലെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേതൊരു ഇൻസ്റ്റന്റ് ഇതാണ്. ഒരുമിച്ച് ഇപ്പോൾ പാട്ട് എഴുതുന്ന ആൾ അന്നക്കാലത്ത് അച്ഛനുമായിട്ട് ഒരുമിച്ചിരുന്ന് എഴുതിയ പാട്ടാണിത്. ഒരു വരി കൊടുക്കുക, അതിന് ഈണം വരിക, അടുത്ത വരി കൊടുക്കുക, അങ്ങനെ ഒരു പരസ്പര കൊടുക്കൽ വാങ്ങലിൻ്റെ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ പാട്ടാണിത്. പാട്ട് സന്ധ്യ ഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യ ഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യ ഹൃദയം അഗാധ നീലിമകളിൽ വിദൂര തീരങ്ങളിൽ പ്രണവമുണരും സീമകളിൽ ധ്വനി തരളലയമേളം ഘനശ്യാമ സന്ധ്യ ഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യ ഹൃദയം.
ഉണരുന്ന മർമരം